Audio Jungle. Audio Jungle. മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കാപ്പിയുടെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കിച്ചണിലോട്ട് വരുന്നത് നിമോചേട്ടൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാവിലെ തുടങ്ങിയുള്ള പാത്രങ്ങളൊക്കെ എനിക്കിതാ കഴുകി വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കറികൾ കുറച്ചിരിപ്പുണ്ട്. പിന്നെ ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ കറിയും കൂടി വെക്കണം. അപ്പോൾ അച്ചുവിന് ഇന്ന് എന്തായാലും പരീക്ഷയില്ല. അപ്പോൾ അച്ചൂസ് വീട്ടിലുണ്ട് അമ്പാടി. അപ്പോൾ അച്ചുവിൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കുവാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പുരട്ടിയൊന്നും വെച്ചില്ല. രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടായിരുന്നു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ അപ്പോൾ ഈ കറി വെക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് വൈകിട്ട് അല്ലെങ്കിൽ ആകുമ്പോൾ എന്തെങ്കിലും വെക്കേണ്ടി വരും. അത് കാരണം രാവിലെ തന്നെ ഞാൻ കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്പുനെ ഉറക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആൾ ചില സമയം അവൻ രാവിലെ ഉറങ്ങും, ചില സമയം രാവിലെ ഉറങ്ങത്തില്ല. ഇപ്പോൾ ഉറങ്ങിയാലും ഒരു 10 മിനിറ്റ് അത്ര ഉറങ്ങി കഴിഞ്ഞിട്ട് ആൾ എഴുന്നേറ്റ് പോരും. അപ്പോൾ ഇപ്പോൾ അച്ചൂസും കൂടി വീട്ടിലുള്ളത് കൊണ്ട് ആൾ കൂടുതലും അച്ചുവിൻ്റെ ഒപ്പം TV വയ്ക്കുമ്പോൾ അവിടെ പോകും, പിന്നെ എൻ്റെ അടുത്ത് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടി നടക്കലാണ്. അത് കാരണം ഞാൻ പിന്നെ വിചാരിച്ചു ചിക്കൻ കറിയും കൂടി പെട്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സവാളയൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചായിരുന്നു. എന്നിട്ട് അതെല്ലാം വാടിക്കഴിഞ്ഞപ്പോൾ ഞാനെപ്പോഴും ചിക്കൻ കറി വെക്കുന്ന ആ രീതിക്ക് തന്നെയാണ്. പിന്നെ മസാലയൊന്നും പുരട്ടി വെച്ചില്ലായിരുന്നു ചിക്കനിൽ. ചിക്കൻ വെള്ളമൊഴിച്ചു കഴുകിയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ മസാലയൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ അതിലോട്ട് ഇടുവാണ് ഞാൻ ചെയ്തത്. ഞാനപ്പോൾ ഇതിക്ക് പോലെ 2-3 പ്രാവശ്യം മുമ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ നിമോചേട്ടൻ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉള്ളത്, അലക്കാനൊക്കെ ഉള്ളതൊക്കെ ഞാൻ പിന്നെ ചെയ്തത്. പിന്നെ ഇപ്പം എപ്പോൾ തുണി കഴുകിയിട്ടാലും നല്ലോണം ഉണങ്ങി കിട്ടുമല്ലോ, നല്ല വെയിലാണല്ലോ. അത് കാരണം പിന്നെ ഞാൻ വൈകുന്നേരത്തെ സമയത്താണ് ഇപ്പോൾ തുണി കഴുകലെല്ലാം നടക്കുന്നത്. അങ്ങനെ ഞാൻ സവാളയെല്ലാം വാടി വന്നപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. ഗരം മസാലയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ മീറ്റ് മസാല എല്ലാം ഇട്ട് കൊടുത്തു. ഞാൻ പിന്നെ ചിക്കൻ വെച്ചാലും മീറ്റ് മസാല ഉണ്ടാകും കൂടുതലും യൂസ് ചെയ്യുന്നത്. ഞാനതങ്ങനെ വെച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ വെക്കണം എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നാലും കറിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു രാവിലെ ഉള്ളൊരു ധൃതി പിടിച്ചുള്ള, പിന്നെ ഞങ്ങളുടെ കിച്ചണിലെന്ന് വെച്ചാൽ ചൂട് കൊണ്ട് തന്നെ അടുക്കള നിൽക്കാൻ പറ്റാറില്ല. ഭയങ്കരമായിട്ടും ചൂട്, വെയിൽ, ഇങ്ങനെ ജനൽ തുറന്നിടുമ്പോഴേ വെയിലടിക്കലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് തലേദിവസത്തെ സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടായത് ഞാൻ ചൂടാക്കി വെച്ചായിരുന്നു. പിന്നെന്താ ചിക്കൻ കറി അവിടെ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിമോചേട്ടൻ വന്നപ്പോൾ തണ്ണിമത്തൻ മേടിച്ചിട്ട് വന്നായിരുന്നു. അച്ചൂസ് 2-3 ദിവസം കൊണ്ട് തണ്ണിമത്തൻ ഇങ്ങനെ മേടിക്കണം എന്നിങ്ങനെ പറയുന്നത്. അത് കാരണം തണ്ണിമത്തൻ മേടിച്ചിട്ട് വന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ മുറിച്ചായിരുന്നു കേട്ടോ. ശരിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ ഇത്രയും കൂടി നമുക്കൊരു ശരീരത്തിനാണെങ്കിലൊരു തണുപ്പ് കിട്ടും. പക്ഷെ ഞങ്ങളിത് നിമോചേട്ടൻ മേടിച്ചിട്ട് വന്ന് അപ്പം തന്നെ ഞങ്ങളത് ഒന്ന് മുറിച്ച് എടുത്ത്. മധുരമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയൊരു മധുരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി മാത്രം എടുത്തിട്ട് മുറിച്ച് എല്ലാവർക്കും ഓരോ പീസ് വീതമൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ കഴിച്ചു. അപ്പോൾ ഞാൻ നിമോചേട്ടൻ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഊണ് കഴിക്കൽ. അമ്പൂനും അച്ചൂനും കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിമോചേട്ടൻ ഒരു ഉപ്പിലിട്ട മാങ്ങയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അന്നേരം തന്നെ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതും കൂടി കുറച്ച് മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ചാലിച്ചൊക്കെ എടുത്ത് ചോറിൻ്റെ കൂടെ അതും കൂടി അപ്പോൾ ഞാൻ കഴിച്ചായിരുന്നു. അതും കൂടി കൂട്ടിയാണ് കഴിച്ചത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടി കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാങ്ങ ശരിക്കും ആ ഉപ്പിനകത്ത് കിടന്ന് നല്ലപോലെ ഇങ്ങനെ അലുന്ന് ഇതായിപ്പോയ മാങ്ങയായിരുന്നു. അപ്പോൾ നിമോച്ചേട്ടൻ ഇത് ഞാൻ കൊടുത്തപ്പോൾ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ മുളക് പൊടി എടുത്തത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ശരിക്കും ഇത് കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിച്ചത് നല്ലതായിരിക്കും. ഞാൻ എന്തായാലും ചോറിൻ്റെ കൂടെ കഴിച്ചു. അപ്പോൾ എനിക്കിത്തിരി എരിവൊക്കെ തോന്നി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അച്ചൂസിനും ഇഷ്ടപ്പെട്ടില്ല, നിമോചേട്ടനും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനതും കൂട്ടി എന്തായാലും കഴിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയുള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്.
അങ്ങനെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.